ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഉലുവക്കഞ്ഞിയാണ്. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇങ്ങനെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉലുവക്കഞ്ഞിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അതുണ്ടാക്കാൻ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനാദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഉലുവയാണ്. പിന്നെ ഈ ഉലുവ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ അത് വാഷ് ചെയ്യാൻ പാടില്ല. ഇത് വേവിക്കുന്ന സമയത്ത് സെയിം വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഗോതമ്പാണ്. അതും ഇതേപോലെ വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ 50 ഗ്രാം കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് കഴുകി ഇതേപോലെ ഉലുവ വെച്ചതുപോലെ തന്നെ ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരി എടുക്കണം. അതിൽ ഞാനിവിടെ 3 സ്പൂൺ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഏറ്റവും നല്ലത് റെഡ് റൈസാണ്. പക്ഷേ അതുള്ളവർ അത് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിന് ഇപ്പം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉലുവയും കടലപ്പരിപ്പും ഗോതമ്പും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന അരിയും നന്നായി വാഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇതൊക്കെ സോക്ക് ചെയ്ത് വെക്കുമ്പം വേണമെങ്കിൽ ഉലുവയും ഗോതമ്പും കടലപ്പരിപ്പും എല്ലാം ഒരുമിച്ച് തന്നെ സോക്ക് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഓരോന്നോരോന്നായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റായിട്ട് ഇത് സോക്ക് ചെയ്ത് വെച്ചത്. എല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച അരിയും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് വേകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 6 വിസിലെടുത്തു. അപ്പം തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടെ വേവാനുണ്ടായിരുന്നു. പിന്നെ ഒരു 2 വിസിലും കൂടെ എടുത്തപ്പോഴാണ് നന്നായി വെന്തത്. കുറച്ച് നന്നായി വെന്താൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം വെല്ലമാണ്. അതും പാവ് കാച്ചി വെക്കണം. ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. ഇപ്പം വെല്ലവും പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവയെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ഇപ്പോൾ ഉലുവയും ഗോതമ്പും കടലപ്പരിപ്പും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വെന്ത് കിട്ടേണ്ടത്. തേങ്ങാപ്പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും എടുത്ത് വെച്ചു, 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉലുവയും ഗോതമ്പുള്ള മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ഈ കുക്കറിൽ എല്ലാം കൂടെ ഏഡ് ചെയ്യുമ്പം സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കുക്കറിൽ തന്നെ എല്ലാം മിക്സ് ചെയ്യുന്നതാണ് തന്നെയാണ് നല്ലത്. ഇനി അതിലേക്ക് 2-ാം പാൽ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പം
അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കുമ്പോൾ മാത്രം അതിലേക്ക് നമുക്ക് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അതിലേക്ക് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യം എങ്ങനെയാണോ അതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് നന്നായി തിളച്ചിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷമേ ഒന്നാം പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്. അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മധുരമെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഇത് ഈവനിങ് ടൈം ഉണ്ടാക്കി വെച്ചിട്ട് അത് നന്നായി മൂടി വെച്ച് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതാണ് കഴിക്കുന്നത്. ഇത് ഒട്ടും കയ്പൊന്നും അറിയാത്ത നല്ല ടേസ്റ്റായിട്ടുള്ള ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും നന്നായി ഇഷ്ടപ്പെടും. തണിഞ്ഞതിന് ശേഷം ഒന്ന് തിക്കായിട്ടുണ്ട്. ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഈ കർക്കിടക മാസത്തിൽ 7 ദിവസമെങ്കിലും ഇങ്ങനെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ആ ഒരു വർഷം മുഴുവൻ ആരോഗ്യമായിട്ടിരിക്കാനും ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനൊക്കെ ഇത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഇനിയും ധാന്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കാൻ നമുക്ക്. ഞാനിവിടെ 4 ചേരുവകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മുതിര, കടല, ചെറുപയർ, മുത്താറി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. അതുപോലെ അരി എടുക്കുമ്പം റെഡ് റൈസ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയി കഴിഞ്ഞു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.